ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണേ. അതിനു വേണ്ടിയിട്ടാണ് കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഒടിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ പിടിയും കോഴിയും കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം നന്നായിട്ട് അരച്ചത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് ഒരു തേങ്ങ ഫുള്ള് ചിരകിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു വരത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചാൽ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളേ. അതുകൊണ്ട് സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിന് വേണം ഇങ്ങനെ കുഴച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാവരും കൂടെ ഇരുന്ന് ഉരുളകളൊക്കെ ആക്കി എടുത്താലേ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതാ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇത്രയും ഉരുളകൾ ഉണ്ടായിരുന്നു. ഇനി ഇത് ഉരുളയാക്കുന്ന ടൈമിൽ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ചേർത്ത പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഉരുളകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പരസ്പരം ഒട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ലൂസ് ബാറ്ററായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് വേണം ഈ ഉരുളകൾ നന്നായിട്ട് വേകാൻ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇത് വെള്ളം വെച്ചപ്പോൾ തന്നെ കറിവേപ്പില ചേർക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും പിടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചിക്കൻ കറിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്, കീപ് വാച്ചിങ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.